MP കൊടിക്കുന്നിൽ സുരേഷ് ചേരുകയാണ്. അങ്ങ് ഈ അപകടത്തെ എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞു? ടിപ്പർ ലോറികൾ സ്ഥിരമായി ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടാക്കുന്നത് ഇത് വളരെ ഗൗരവമുള്ള ഒരു അപകടമാണ്. അതീവ ഗുരുതരമായ ഒരു അപകടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒരിക്കലും ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. മുൻകാലങ്ങളിൽ ഇങ്ങനെ ഒരു അപകടം ഇവിടെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഈ ടിപ്പർ ലോറി ഇത്രയും മണ്ണും കയറ്റി വളരെ സ്പീഡിൽ വന്ന സാഹചര്യം എന്താണ്? ഇത് ഇത് പാസ്സുള്ള മണ്ണ് കൊണ്ടുപോകാൻ പാസ്സുള്ള വണ്ടിയാണോ? ഈ മണ്ണ് എടുക്കാൻ പാസ് ഉള്ളതാണോ? അല്ല, ഈ സമയത്ത് മണ്ണ് എടുത്ത് ഇത്രയും വേഗത്തിൽ പോകാൻ കാരണം അത് വ്യാജമായ പാസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അനധികൃതമായ മണ്ണെടുപ്പാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ മുക്കോണിമുക്കിൽ ഉണ്ടായ ആദ്യത്തെ സംഭവമാണ്. ഒരു സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ച് മറിച്ചാണ് ഈ ബാലിൽ ഇടിച്ച് ഒരു സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ള ഏതാണ്ട് 3 പേര് മരിക്കുകയും 5ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ അതിഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഇത്രയും വലിയൊരു അപകടം ഈ അടുത്ത പ്രദേശങ്ങളിലോ ഇവിടെയോ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഈ റോഡിലും സംഭവിച്ചത്. ഈ റോഡ് പൊതുവെ വാഹന ഗതാഗതം കുറവുള്ള ഒരു റോഡാണ്. പക്ഷെ ഇവിടെ ഇങ്ങനൊരു അപകടം ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് അനാസ്ഥ? ഡ്രൈവറുടെ ഭാഗത്തുണ്ട് അനാസ്ഥയാണോ? അല്ലെങ്കിൽ അയാൾ ഓവർ സ്പീഡിൽ വന്നതാണോ? അതല്ലെങ്കിൽ അയാൾ ഉറങ്ങിയതാണോ? അല്ലെങ്കിൽ വേഗത്തിൽ പോലീസിനെയും ഈ യാത്രക്കാരൊക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ കൂടുതലായി വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് ഈ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം ഇവിടെ ലെഫ്റ്റും റൈറ്റും നോക്കാതെ വന്ന വഴിക്ക് വളച്ചൊടിച്ച് നേരെ പോകാനുള്ള ശ്രമമാണ് നടത്തിയെന്നൊക്കെയുള്ളത് സംബന്ധിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുകാരും പോലീസാണ് പറയേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് അവർ അത് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ അപകടം നടന്നത് എത്രത്തോളം ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് MP ലഭിക്കുന്നത്? എത്രത്തോളം ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്? ഇപ്പൊ 3 പേര് മരിച്ചു, 5 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 3 പേര് മരിച്ചു. അവരുടെ മൃതശരീരങ്ങൾ കൊട്ടാരം താലൂക്ക് ആശുപത്രിയിലുണ്ട്. ബാക്കി ഈ ആരോഗ്യ സംവിധാനങ്ങളെല്ലാം ഇതിൽ ഏകോപിപ്പിക്കുന്നുണ്ടോ? എല്ലാം ഏകോപിപ്പിക്കുന്നു. 2 മന്ത്രിമാര് തിരുവനന്തപുരം തിരിച്ചിട്ടുണ്ട്. PC വിശ്വനാഥ് ബിന്ദുകൃഷ്ണൻ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ഇവിടെ നിന്ന് കൊണ്ടുചെല്ലുന്ന ആളുകൾ ഈ പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യ കൊല്ലം മെഡിസിറ്റിയും അതുപോലെ തന്നെ ഗോകുലം മെഡിക്കൽ കോളേജിലും ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത് സ്ഥിരീകരിക്കാം അല്ലേ? ഒരു കുട്ടിയാണ്. കാർമൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെന്നാണ്. കൊട്ടാരക്കര കടലാവള കാർമൽ സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, അവിടെ പഠിക്കുന്ന കുട്ടിയാണെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി വിവരം ലഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ കിട്ടി വരുന്നേ ഉള്ളൂ.